ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡീറിൻ്റെ ഫോണിൻ്റെ പൗച്ചാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോൺ വെച്ചിട്ട് അതിൻ്റെ വലിപ്പം ഇതൊക്കെ വരച്ച് വെച്ചതാണ്. അതാകുമ്പോൾ നമുക്ക് നല്ല സുഖമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ കുറച്ച് ടഫായിരിക്കും, കാരണം നമുക്ക് എത്ര വലിപ്പം വേണം എന്നുള്ളതൊരു ഐഡിയ ഒന്നും കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾ ഫോൺ വെച്ചിട്ട് ജസ്റ്റ് സ്കെച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ ജസ്റ്റ് ഞാനിപ്പോൾ ഇത് വരച്ച് കണ്ടില്ലേ, ഇതേപോലെ വരയ്ക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ വേറെ ഏത് മോഡലും വേണേൽ ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ പാണ്ട ടൈപ്പ്, അതോ ടെഡി ബിയർ, അങ്ങനത്തെ ടൈപ്പൊക്കെ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഡീർ ടൈപ്പാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളും വരും. പിന്നെ ഇതിന് ആവശ്യമുള്ളതെന്ന് പറയാനുള്ളത് കാര്യമായിട്ടൊന്നുമില്ല. ഗ്രീൻ കളറ് ഒരു നൂലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ക്രോഷേൻ്റെ നീഡിലും 1.75 mm നീഡിലാണ്. നമ്മൾ ക്രോഷേൻ്റെ കിറ്റ് വാങ്ങുന്ന സമയത്ത് അതിലുണ്ടാവും. ഉള്ള ചെറിയ നീഡിലാണ് കേട്ടോ യൂസ് ചെയ്യണമെങ്കിൽ. അതാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ടൈറ്റായിട്ട് നൂല് കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ചെയ്യണത്, ഇതിൻ്റെ ഒരു ഫോണിൻ്റെ പൗച്ച് ഇടാനുള്ള ഒരു ഭാഗം ഉണ്ടാക്കുന്നത്. കാര്യമായിട്ട് ഒരു പണിയില്ല. ഫസ്റ്റത്തെ ആ ബേസ് ചെയ്യണത് മാത്രമേ ഇതിന് വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സാധാ സിംഗിൾ ക്രോഷേ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു പോയാൽ മതി, വേറൊരു ഡിഫറൻസും ഇല്ല. ഞാൻ ഇപ്പോൾ ഒരു 21 സിംഗിൾ ക്രോഷേൻ്റെ ചെയിൻ സ്റ്റിച്ച് മാത്രമേ ചെയ്യണത്. ചെയിനായിട്ട് ഇങ്ങനെ ചെയ്തു പോകാം, വേറെ ഒന്നും ചെയ്യാണ്ട്. നമ്മളെല്ലാത്തിലും കാണുന്നതല്ലേ ചെയിൻ എങ്ങനെയാണെന്നുള്ളത്. സെയിം ഇതേപോലെ ചെയ്തു പോവുക. ഇനി ഇതാ നമ്മൾ എക്സ്ട്രാ ഒരു സ്റ്റിച്ചും കൂടി ഇടണ്ടല്ലോ, അതിനെ സ്കിപ്പ് ചെയ്ത്, അതായത് അതിനെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഇപ്പുറത്ത് 21ാമത്തേൻ്റെ ഉള്ളിൽ കൂടെ ഒരു നീഡിലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ 2 സിംഗിൾ ക്രോഷേനെ സ്റ്റിച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഓരോന്നിൻ്റെ ഉള്ളിൽ കൂടിയും ഓരോ സിംഗിൾ ക്രോഷേ മാത്രം ചെയ്ത് വരിക. അങ്ങനെ ഫുള്ള് റോ ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇപ്പുറത്തെ സൈഡ് എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ 3 ചെയ്ത് കൊടുക്കുക. എന്തിനു ചെയ്യണമെന്ന് വെച്ചാൽ ആ 3 ചെയ്യുമ്പോൾ അവിടെ ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ ആയിട്ട് തന്നെ പോവും. അപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല, ഒരു കട്ടിയുള്ള പോലെ തോന്നും കേട്ടോ അവിടെ. ഇതിപ്പോൾ ഇതാ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ, ഈ അറ്റത്തുള്ള എൻ്റെ ഉള്ളിൽ കൂടി 3 ചെയ്യണത്. 3 അല്ലെങ്കിൽ 2, മാക്സിമം 2 ചെയ്യണം, ഒറ്റൊന്ന് മാത്രം ചെയ്യരുത്. ഞാൻ ജസ്റ്റ് പേപ്പർ എടുത്തിട്ട് നമ്മൾ വരച്ചിട്ടില്ലേ, നമ്മളെ ഫോൺ വരച്ചിട്ട് അതുമേലൊന്ന് നിവർത്തി വെച്ചിട്ട് ഒന്ന് വെച്ച് നോക്കാം. അതിനേക്കാൾ കുറച്ചൊന്ന് വലിപ്പം കൂടുതലുണ്ടാവും. അങ്ങനെ വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഫോൺ നമുക്ക് ടൈറ്റായിട്ട് എടുക്കും. ഇനി ഇതാ തിരിച്ച് ഇതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ഇട്ടതും തുന്നി വരിക. നമ്മൾ അങ്ങോട്ട് തുന്നിയില്ല, അതേപോലെ തന്നെ ഇങ്ങോട്ട് തുന്നി വരിക. ഇത്ര വലുപ്പത്തിൽ അത് സിംഗിൾ ക്രോഷേ മാത്രം തുന്നിയാൽ മതി. പിന്നീട് ഇങ്ങോട്ട് തുന്നുന്ന സമയത്ത്, കാരണം പിന്നെ നമുക്ക് വലുതാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ കുറച്ചുകൂടി വീതിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ അറ്റത്ത് മാത്രമായിട്ട് 3 അങ്ങനെ ചെയ്തിട്ട് ഒരു റോ കൂടി ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സിംഗിൾ ക്രോഷേ മാത്രം ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇതിവിടെ ഈ ഒരു ഇത് ചുറ്റും ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ തുന്നിയിട്ട് ഒറ്റ റോ മാത്രമേ ചെയ്യണുള്ളൂ. അത് കഴിഞ്ഞിട്ട് സിംഗിൾ ക്രോഷേ മാത്രം ചെയ്തു പോണത്. ഇതിപ്പോൾ ഇതാ ഫുള്ളായിട്ട് തുന്നി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് വെച്ച് നോക്കട്ടെ, നമുക്കിപ്പോൾ എത്ര നീളത്തിലുള്ളതായോ ഇല്ലേ എന്നുള്ളത്. ജസ്റ്റ് ആ വരച്ചതിൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. വെച്ച് ഇതിപ്പോൾ ഞാൻ പകുതി വരെ ആയിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടി തുന്നി പോവാണ്ട് കണ്ണിൻ്റെ അവിടെ ആയിട്ടെങ്കിൽ അത്ര നീളത്തിലെങ്കിലും ഏകദേശം കിട്ടണം, എന്നാൽ മാത്രമേ നമ്മളെ ഫോൺ ശരിക്കും കവർ ചെയ്ത് വെക്കുള്ളൂ. പക്ഷെ നമ്മൾക്കിപ്പം ചുറ്റായിട്ടുള്ള തുന്നാൻ ആ മൂക്കിൻ്റെ ആ ഭാഗം വരുന്നുണ്ടല്ലോ, അതിൻ്റെ അത്ര തുന്നിയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈഡ് വൈസ് മാത്രം തുന്നിയാൽ മതി, അതായത് വേറെ മോഡലാണ് തുന്നുക. അത് നമ്മൾ ജസ്റ്റ് ഒരു അറ്റത്തുള്ള ആ ഒരു മടക്ക് കഴിഞ്ഞിട്ടൊരു 4 ക്രോഷേ കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ ക്രോഷേ ഇടുക. അത് കഴിഞ്ഞിട്ട് സെയിം അതേ ഉള്ളിൽ കൂടെ അല്ല, ലാസ്റ്റ് തുന്നണ ഇതുണ്ടല്ലോ ക്രോഷേയില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് തുന്നുക. നമ്മളിപ്പോൾ വേറെ ഇതിലൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്തായാലും. ഇത് തിരിച്ച് അതേപോലെ തന്നെ ഇങ്ങോട്ടും കൊണ്ടുവരിക. ജസ്റ്റ് ഇതൊന്ന് എൻഡ് ചെയ്ത് കൊടുക്കുക.
ഇത് അതിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക, നമുക്കിപ്പോൾ ഈ ഭാഗത്തായിട്ട് അതിൻ്റെ ഹെഡ് പാർട്ട് വെച്ചിട്ട് തുന്നേണ്ട ഇത്. ഇതിപ്പോൾ ഇത് ഇപ്പുറത്തെ സൈഡ് ഉണ്ടാവുക. നമ്മളിപ്പോൾ ആ 2 ടൈപ്പ് തുന്നിയോണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ കാലും കൈയും പിന്നെ ആ ഹെഡ് പാർട്ടും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ 4 കളർ നൂലാണ് ഉള്ളത്. ഒന്ന് ബ്രൗൺ കളറ്, ഡാർക്ക് ബ്രൗണും ഉണ്ട്, ലൈറ്റ് ബ്രൗണും ഉണ്ട്, പിന്നെ റെഡും വൈറ്റും ഉള്ളത്. അതിൽ നമ്മളിപ്പോൾ ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്യണത് അതിൻ്റെ കൊമ്പ് ഉണ്ടാക്കാനും പിന്നെ കാലിൻ്റെയും കൈയിൻ്റെയും ഒരറ്റത്ത് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു കളർ വ്യത്യാസം കൊടുക്കാനാണ് യൂസ് ചെയ്യുന്നത്. ബോഡി പാർട്ടും പിന്നെ ഹെഡ് പാർട്ടും മെയിനായിട്ട് ചെയ്യുന്നത് ലൈറ്റ് ബ്രൗൺ കൊണ്ടാണ്. അത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള നൂലൊക്കെ യൂസ് ചെയ്യാം. ഫസ്റ്റ് ആ റിങ് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റോ വരുമ്പോൾ ഓരോന്നിനുള്ളിൽ 2 വീതം ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സാധാ സിംഗിൾ ക്രോഷേ ചെയ്യണ പോലെ തന്നെ ചെയ്യേണ്ടത്. പക്ഷേ ആ 2 റോ ആകുമ്പോൾ തന്നെ ഈ നൂലിനെ ചേഞ്ച് ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് കളർ മാറ്റി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ കളർ മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ ഒരു റോ ഫുള്ള് തുന്നി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റോ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ 2 ഒന്നാക്കി മാറ്റൂലേ, ആ രീതിയിൽ വേണമെന്ന് വെച്ചാൽ ചെയ്യട്ടോ. അപ്പോൾ ഒരു ഭാഗത്തൊരു ചെറിയൊരു ഇത് വരും. അങ്ങനെ ഇത് ഫുള്ള് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് തുന്നാനുള്ളത് കൂടി ബാക്കി വെച്ചിട്ട് വേണം കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. കൈ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ സെയിം ഇതേ മെത്തേഡിൽ തന്നെ ആയിട്ട് വരാം. പക്ഷെ നമ്മൾ ഓരോന്നിൻ്റെ ഉള്ളിലും ആ 2ാമത്തെ റോയിൽ 2 വീതം ചെയ്യണ്ടല്ലോ, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സെയിം ഒറ്റ സിംഗിൾ ക്രോഷേ മാത്രം ചെയ്ത് പോയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആവശ്യത്തിനുള്ള പഞ്ഞി നിറച്ച് കൊടുക്കുക. ഓവറായിട്ട് നിറയ്ക്കേണ്ട, ആവശ്യത്തിന് കുറച്ച് മാത്രം നിറച്ച് കൊടുത്താൽ മതി. ഓവറായിട്ട് നിറയ്ക്കുമ്പോൾ ഭയങ്കര കട്ടി പോലെ ഉണ്ടാവും, സ്പോഞ്ച് പോലെ നിൽക്കില്ല. അതുകൊണ്ടാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ കൈയും പിന്നെ ഇതിൻ്റെ ഒരു കാലും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് ഇതിൻ്റെ കൊമ്പിൻ്റെ ഭാഗമാണ്. അത് ഞാൻ ഇപ്പോൾ ഇതിൽ ചെറിയത് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ചെറുതുണ്ടാക്കുമ്പോൾ 5 സ്റ്റിച്ചുള്ള റിങ് ഉണ്ടാക്കുക, വലുതുണ്ടാക്കുമ്പോൾ 7 സ്റ്റിച്ചുള്ളത് ഉണ്ടാക്കുക. ഞാൻ ഇപ്പോൾ ചെറുതുണ്ടാക്കണതാണ് കാണിച്ചത്. ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ 5 ഇട്ടിട്ട് പിന്നെ സെക്കൻഡ് റോയിൽ 2 വീതം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 റോ മാത്രം മതി. വലിയത് 4 റോയും വേണം. കാരണം എന്താ വെച്ചാൽ ഇത്തിരി കൂടി വലിപ്പം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് 4 റോ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് 2നെയും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടത്. ഇതിപ്പോൾ ഞാൻ വലുതുണ്ടാക്കിയിട്ടുള്ളതാണ്. ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു സിംഗിൾ ക്രോഷേ അല്ലെങ്കിൽ എൻഡ് ക്രോഷേ ചെയ്യാം. എൻഡ് ക്രോഷേ ആയിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ ചുറ്ററായിട്ട് തുന്നി വന്നിട്ട് ഈ ചെറുതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ തുന്നി ഇങ്ങനെ വരാം. ക്രോഷേ നമ്മൾ സാധാ ചെയ്യില്ലേ സിംഗിൾ ക്രോഷേ, അതേപോലെ തുന്നി വന്നാൽ മതി. പിന്നെ ആ നടുക്കെത്തുന്ന സമയത്ത് എൻഡ് ക്രോഷേ മാത്രം ചെയ്ത് കൊടുക്കുക. 2 തലക്കിൽ ആ നടുക്കെത്തുമ്പോൾ എൻഡ് ക്രോഷേ ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള തുന്നാനുള്ളതും കൂടി വെച്ചിട്ട് വേണം എപ്പോഴും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണില്ലേ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പഞ്ഞി കൂടി നിറച്ച് നല്ല ഫില്ലായിട്ട് നിൽക്കും. അപ്പോൾ ഇതേപോലെ 2 ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളതിൻ്റെ ഹെഡ് പാർട്ടാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, വേഗം ഉണ്ടാക്കാൻ പറ്റും. അതിന് നമ്മളിപ്പോൾ ലൈറ്റ് ബ്രൗൺ കളർ നൂലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഫോണിൻ്റെ പൗച്ച് ഉണ്ടാക്കിയില്ലേ, സെയിം അതേ മെത്തേഡിൽ തന്നെ കേട്ടോ ഇതിൻ്റെ ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഇതിന് കുറച്ച് വീതി കൂടുതലുണ്ടാവും, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. 12 സിംഗിൾ ക്രോഷേൻ്റെ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഒരെണ്ണം സ്കിപ്പ് ചെയ്തിട്ട് ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ 3 ചെയ്യില്ല, അറ്റത്തുള്ളതിൻ്റെ ഉള്ളിൽ കൂടെ 3. അതേപോലെ ഞാൻ ഇപ്പോൾ 2 ചെയ്യണതുള്ളത്.
ഇത് തിരിച്ച് ഇതേപോലെ ഇങ്ങോട്ടേക്ക് ആ റൗണ്ടൊന്ന് ചുറ്റി വരിക. ഇതിപ്പോൾ വലിയതാക്കി ചെയ്ത് എന്താ വെച്ചാൽ ഓരോന്നിൻ്റെ അറ്റത്തും വരുമ്പോൾ മൂന്നെണ്ണം ചെയ്ത് കൊടുക്കണം കേട്ടോ ആ നടുക്ക് വരുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്ത് പോവുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ണിൻ്റെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്രോഷ്യ ചെയ്യുന്നത് കുറച്ച് ലൂസാക്കി കൊടുക്കുക. ജസ്റ്റ് ഒരു അടയാളം ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൃത്യമായിട്ടൊരു ഇത് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കണ്ണൊരു സ്ഥലത്തും ഒരു കണ്ണ് വേറെ സ്ഥലത്തായിട്ടൊക്കെ വരും. അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ലൂസാക്കി ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കണ്ണ് വെച്ച് കൊടുക്കുക വേണ്ടത്. വാങ്ങണ കണ്ണാകുമ്പോൾ അതിന് അറ്റത്തൊരു ആണി പോലെ ഉണ്ടാവുക. അതല്ല നമുക്ക് തുന്നണതും വാങ്ങാൻ കിട്ടും, ഒട്ടിക്കണ ടൈപ്പും വാങ്ങാൻ കിട്ടും കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഒരു ഉറപ്പുണ്ടാവും. ഇതിൻ്റെ ബാക്കിലൊരു വാഷർ പോലത്തെ ഒരു സാധനം കൂടി ഇട്ടു. അതുകൊണ്ട് രണ്ടിനും ഇതേപോലെ ഇങ്ങോട്ട് അമർത്തി വെച്ച് കൊടുത്താൽ മതി. സാധാ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് വരിക. ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളിതിപ്പോൾ കണ്ണ് വെച്ച് കഴിഞ്ഞില്ല, അതിൻ്റെ മുകളിൽ 2 റോയും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കൊടുക്കുക. അതായത് 2 ഒന്നാക്കി മാറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒരു 2 റോയിൽ മാത്രം ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ അതിൻ്റെ ആ മുകൾ ഭാഗത്തുള്ള എണ്ണം ചെറുതായിട്ട് വരും. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആയിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ആ മൂക്കിൻ്റെ ഭാഗവും ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇത്. ഇതിൽ കാര്യമായിട്ട് ഇങ്ങനെ തുന്നണതൊന്നും കാണിച്ചിട്ടില്ല, തുന്നിയത് എങ്ങനെയാണെന്നുള്ളത്. ഇനിയിപ്പോൾ ഇതുമ്മ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു റൗണ്ടാക്കിയിട്ട് തുന്നിയില്ലേ, അവിടെ വെച്ചിട്ട് തുന്നി കൊടുത്താൽ മതി. പിന്നെ ഇവിടെ കുടുക്ക് വെച്ച് കൊടുക്കുക. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാൻ വെക്ക്. ജസ്റ്റ് ഇങ്ങനെ തുന്നുമ്പോൾ മൂക്കിൻ്റെ അവിടെ കഴിഞ്ഞൊരു റെഡ് ഇത് ഉണ്ടാവും. അത് എനിക്ക് ഇഷ്ടമുള്ളത് വേണമെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഞാൻ ഇവിടെ ചെയ്യണില്ല, ജസ്റ്റ് ഞാൻ വരയ്ക്കുമ്പോൾ മാത്രം വെച്ചിട്ട്. ചെവീൻ്റെ നമുക്ക് സാധാ ഒരു റിങ് പോലെ ചെയ്തിട്ട് ജസ്റ്റ് ഒരു 2 ക്രോഷ്യേൻ്റെ ഒരു റോ മാത്രം മതി. പിന്നെ ആ കണ്ണിൻ്റെ ഇതാക്കണ പൊന്തി കിടക്കണ ഞാനവിടെ ഉരുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തതാണ്. പിന്നെ ഈ ബോഡി പാർട്ട് ഇതായിട്ട് അറ്റാച്ച് ചെയ്യാം. പിന്നെ ബാക്കി അതിൻ്റെ ഭാഗം കൂടി അവിടെ അറ്റാച്ച് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ഇവിടെ വെച്ചിട്ട് തുന്നണം, ഇത് ശരിക്കും നോക്കി തുന്നണം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് പിന്നോണ്ടോ അങ്ങനെ എന്തെങ്കിലും കുത്തി കൊടുക്കുക. എന്നിട്ട് ഒന്നവിടെ വെച്ച് അമർത്തി വെച്ചതിന് ശേഷം മാത്രം തുന്നാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ഊരി ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞു പോവേ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല കാണാൻ. ഇത് തുന്നി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കട്ടെ നമുക്ക്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ ഭാഗവും അതിന് വെച്ച് തുന്നുന്നുണ്ട്. ഇതുണ്ടല്ലേ, ഞാൻ ഇപ്പോൾ ആ സൈഡിൽ കൂടെ ഉള്ളിൽ കൂടെ ഉള്ള തുന്നിയത് പുറമേ ആയിട്ട് ഞാൻ സൈഡിലും തുന്നി കൊടുത്തണേ. പിന്നെ ഈ ബോഡി പാർട്ട് ഒന്ന് തുന്നി കൊടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ഇളകി കളിക്കൂല, ഇളകി കളിക്കുമ്പോൾ ഇങ്ങനെ ഊരി പോരാനുള്ള സാധ്യതയൊക്കെ കൂടുതലായതുകൊണ്ട്. ഇതിപ്പോൾ കൈ ഞാൻ വെച്ചിട്ടുള്ള ജസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ മാത്രം അങ്ങനെ ചെയ്ത് പോയിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടൊരു ഗ്രീൻ കളറും കൂടി ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഇതിൽ റിബൺ കൊണ്ട് ഒരു ബോക്ക് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കഴുത്തിൻ്റെ അവിടെയൊക്കെ വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇതിനനുസരിച്ചുള്ള വ്യത്യാസം എന്തെങ്കിലും വരും, കാണാനൊരു ഭംഗി ഉണ്ടാവും. പിന്നെ കാര്യമായിട്ട് ഇതിലിപ്പോൾ ഞാൻ അങ്ങനെ ഒന്നുമില്ല, എല്ലാവർക്കും പെട്ടെന്ന് എന്തായാലും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ വേറെ സ്റ്റിച്ചുകളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഉണ്ടാവുക ആ ഒരു കൊമ്പ് ഉണ്ടാക്കുന്നതേ കുറച്ച് എനിക്കൊരു കൺഫ്യൂഷൻ വരുള്ളൂ. അത് പിന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇത് പിന്നെ നിങ്ങൾ ഇതന്നെ ഉണ്ടാക്കണമെന്നില്ല, നിങ്ങൾക്ക് വേറെ ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതിൻ്റെ അതേപോലെ നിങ്ങൾക്ക് ചിത്രം വരച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ക്ലോത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കുറച്ചൊന്ന് ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ ഫോണ് നിങ്ങൾക്ക് ഫോണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ടൈപ്പ് ഉണ്ടാക്കിയാൽ മതി, അപ്പോൾ അത്രയ്ക്കും ചെറുതായിട്ട് വരും. ഇതിപ്പോൾ എൻ്റേത് ഫോണ് അത്യാവശ്യം വലിയ ഫോണായതുകൊണ്ടാണ്. സാധാ ഒരു റെഡ്മീൻ്റെ ഫോൺ എത്ര ഉണ്ടാവുമോ അത്ര വലുപ്പമുള്ളത് അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പൗച്ചിൻ്റെ വലുപ്പം ഞാൻ വലുതാക്കി കൊടുത്തെന്നുള്ളൂ. ഇതിപ്പോൾ ചെറുതാണെങ്കിൽ ചെറുതാക്കി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും.